വിവാഹശേഷം തൻ്റെ പേരിനോടൊപ്പം ഭർത്താവിൻ്റെ പേര് ചേർക്കുന്നത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ സ്ഥിരം ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഈ വിവാഹത്തിന് മുമ്പുള്ള നമ്മുടെ സർനെയിമിനെയാണ് മെയ്ഡൻ സർനെയിം എന്ന് പറയുന്നത്. ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് ഡൽഹി ഹൈക്കോടതിയിൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ വരികയുണ്ടായി. ഒരു സ്ത്രീക്ക് തൻ്റെ വിവാഹശേഷമുള്ള സർനെയിം മാറ്റി മെയ്ഡൻ സർനെയിമിലേക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ അതിന് അപേക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം ഒന്നുകിൽ അവർ ഡിവേഴ്സായി എന്ന ഓർഡറോ അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണമെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ പ്രശ്നം ഇതിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുകയൊക്കെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർക്ക് അവരുടെ സർനെയിം ചേഞ്ച് ചെയ്ത് മെയ്ഡൻ സർനെയിമിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ